ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ ബട്ടർഫ്ലൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വണ്ടിയുടെ റിവ്യൂ ഇടാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1500 കിലോമീറ്റർ ഇത് ഓടിക്കഴിഞ്ഞു. അപ്പോൾ വണ്ടിയുടെ നമുക്ക് റിവ്യൂവും ഒരു റൈഡിങ് എക്സ്പീരിയൻസും പിന്നെ സെറാമിക് കോട്ടിങ്ങിൻ്റെ റിവ്യൂവും പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏകദേശം 2 മാസവും 1500 കിലോമീറ്റർ ഓടിയപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ട ഹൈനസ് 350യുടെ ഒരു ലുക്ക്. ഇതിൽ ചെറിയ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ലാതെ വേറെ ആൾട്രേഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ ഒരു ഫാൻസിക്ക് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് മാത്രം ചെയ്താൽ മതി. അതിൽ ആദ്യമായിട്ട് വരുന്നത് ഹാൻഡിൽ ബാറിൻ്റെ ഈ എൻഡ് ലൈറ്റ്സ് ആണ്. ട്വിൻ കളർ വരുന്ന ഇത് നോർമലി വൈറ്റും ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഓറഞ്ചുമാണ്. ഇനി ഇതിൻ്റെ ഫോഗ് ലാമ്പ് വൈറ്റ് ആൻഡ് യെല്ലോ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് 1750 രൂപ കൊടുത്ത് ഈ ലൈറ്റിന്. ഇത് ഞാൻ ലോക്കൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതിൻ്റെ മൊബൈൽ ഹോൾഡർ. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് നോക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്വിച്ച്, ഡബിൾ സ്വിച്ച് ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ടില്ല. ഇത് വൈറ്റോ യെല്ലോ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൺ ഓഫ് സ്വിച്ചാണ്. ഇത് ഞാൻ ലോക്കൽ പർച്ചേസ് ചെയ്തതാണ്. ഫെൻഡർ എക്സ്റ്റൻഷൻ 3 സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇത് കാർബൺ റേസിംഗ് എന്ന ഓൺലൈൻ സ്റ്റോറിൽ നിന്നും 399 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. ഈ ഒരു സാധനം വണ്ടിയിൽ പിടിപ്പിച്ചില്ലെങ്കിൽ ഈ മഡ് മുഴുവൻ നമ്മുടെ എൻജിൻ്റെ മുകളിലേക്ക് അടിച്ചു കയറും. ഹോണ്ടയുടെ ഈ ബൈക്കിൻ്റെ മെയിനായിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കൂടാതെ ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ ഹോണ്ട തന്നിട്ടില്ല എന്നതാണ് അതിലും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ വരുന്നത് ടോർക്ക് ഓൺ ഓഫ് ആണ്. HSTC ഹോണ്ട സെലക്റ്റീവ് ടോർക്ക് കൺട്രോൾ. ഇത് വണ്ടി ചെടിയിലോ ചെറിയിലോ ഒക്കെ പെട്ടുപോയിട്ട് കൂടുതൽ ആക്സിലറേഷനിൽ റിയർ വീല് സ്ലിപ്പാകാതെ സിസ്റ്റം ടോർക്ക് കൺട്രോൾ ചെയ്യും. ഓഫ് റോഡ് പോകുമ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വരുന്നത് ഹൈ ബീം ലൈറ്റും സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി ഗിയറിൽ മൂവ് ആവില്ല കേട്ടോ. പിന്നെ വരുന്നത് പ്രോഗ്രാം ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് PGM എന്ന് പറയുന്നത്. പിന്നെ ന്യൂട്രൽ ലൈറ്റ്, ഫ്യൂൽ കൺസപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്കോ എന്നുള്ളൊരു സ്വിച്ച് കൂടി ഇതിലുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂൽ കൺസപ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ഹോണ്ട കൊടുത്തിട്ടുള്ളത്. ഇത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡിലുള്ള സെലക്ഷനും സെറ്റിങ്സും ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ ഈ മീറ്റർ കൺസോളിൽ തന്നെ ഇത് ഓൺ ഓഫ് കാണാൻ നമുക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ABS ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ഇൻഡിക്കേറ്റർ. ഇനി അവസാനമായി വണ്ടിയിൽ കാണിക്കാനുള്ളത് സെറാമിക് കോട്ടിങ്ങിൻ്റെ റിവ്യൂ ആണ്. ഈ വണ്ടി ഇപ്പോൾ ഇത്ര ഓടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഇത് കണ്ടോ, ഒരു പുത്തൻ പോലെ തന്നെ ഷൈനിങ് ചെയ്യുന്നുണ്ട് വണ്ടി. ഇതിലൊരു ഫെയ്ഡോ കാര്യങ്ങളോ സ്ക്രാച്ചോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മതി. ഇനി ഇതിൻ്റെ വൈബ്രേഷൻ ടെസ്റ്റ്. ഇതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല റിഫൈൻ ആയിട്ടുള്ള ഫൈൻ ചെയ്തിട്ടുള്ള ഇതിലൊരു എൻജിനാണ്. സ്റ്റാർട്ടിങ് ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത് വരെയുള്ളൊരു വൈബ്രേഷൻ അല്ലാതെ സ്പീഡ് കൂടുമ്പോൾ ഇതിന് വൈബ്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഇത് ഹോണ്ടയുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്, പറയാതെ വയ്യ. ഞാനിതെൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഇതിൽ ഞാൻ 110 സ്പീഡ് വരെ പോയിട്ടുണ്ട്, വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യാതെ. ഇനി റൈഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് നമുക്ക് ആദ്യം തന്നെ ഹെൽമെറ്റിൽ ചിൻ മൗണ്ട് ഘടിപ്പിച്ചിട്ട് ക്യാമറ എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് 570 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹെൽമെറ്റിലുള്ള ഈ എയർ പാസേജ് ഉണ്ടല്ലോ ഫ്രണ്ടിലുള്ള, അത് കവറാവാതെ നോക്കണം. ഇതിൽ സ്ട്രാപ്പും ബക്കിളൊക്കെ ഉണ്ട്, വളരെ ഈസിയാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ക്യാമറ ഈ സ്ലോട്ടിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് ഒന്നിച്ച് തന്നെ കിട്ടിയ ഈ സ്ക്രൂ വെച്ച് നമുക്കിത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോഴെല്ലാം സെറ്റായി. ഇനി നമുക്കൊരു റൈഡിങ് നോക്കാം.
ആദ്യം തന്നെ വണ്ടി ഒന്ന് പറഞ്ഞേക്കാലോ. ഇതിൻ്റെ സ്വിച്ചും ക്രോം ഫിനിഷും അഡ്വാൻസ് ആയിട്ടുള്ള ഇതിൻ്റെ മീറ്റർ കൺസോളും ഡിസൈനും എല്ലാം നല്ല പ്രീമിയം ലുക്കും നല്ല ക്വാളിറ്റിയോട് കൂടിയ ഹോണ്ട ഇറക്കിയിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലാകുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഇതിലൊക്കെ ടൗണിലൊക്കെ ഇതൊന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ പറ്റാറുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് 2 മാസമായി. 1540 കിലോമീറ്റർ ഇത് ഓടിക്കഴിഞ്ഞു. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ്, അതായത് 1000 കിലോമീറ്റർ വരെ ഞാനിത് 50-ന് മുകളിൽ സ്പീഡ് പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർ ത്രോട്ടിൽ കൊടുക്കുന്നത് ഇതിൻ്റെ എൻജിൻ്റെ സിലിണ്ടർ ബോർണും കൂടാതെ ഗിയർ ബോക്സ് അതിനൊന്നും നല്ലതല്ല. ആദ്യത്തെ ഓയിൽ ചേഞ്ചൊക്കെ കഴിയുന്നത് വരെ ഇത് ഓവർ ത്രോട്ടിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ എല്ലാ സർവീസിനും മുൻപ്, അതായത് 750 കിലോമീറ്റർ എത്തുമ്പോൾ 1000 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ്, അതായത് അതിന് 250 കിലോമീറ്റർ മുൻപ് ഇതിലൊരു സ്പാനറിൻ്റെ സിമ്പിൾ ഇത് മീറ്റർ കൺസോളിൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ് നമ്മുടെ സർവീസ് ആകാറായി എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 1000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെർമനൻ്റായിട്ട് ഗ്ലോ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മിററാണ്. ഇതിൻ്റെ മിററിൻ്റെ സൈസും ലെങ്ത്തും കുറവാണ്. ഇത് കാരണം നമ്മുടെ ബാക്കിൽ ഒരാൾ ഇരുന്നാൽ നമുക്ക് ബാക്ക് സൈഡിൽ വരുന്ന വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. ശരിക്കും ഇരുന്ന് സ്ട്രൈറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ശരി ഒരു ബെൻഡായിട്ട് വേണം ഇത് കാണാൻ വേണ്ടി. ഇതിൻ്റെ സീറ്റിംഗ് കംഫോർട്ടും ലൈറ്റും പിന്നെ ഷോർട്ടായിട്ടുള്ള ഇതിൻ്റെ ഹാൻഡിൽ ബാറും കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഫ്രണ്ട് സസ്പെൻഷനും പിന്നെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റും നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ വണ്ടി ഫിഗർ ഓഫ് 8 പോലുള്ള ടേണിങ്ങുകളുണ്ടല്ലോ, ഒരു ബൈസൈക്കിൾ പോലെ നമുക്ക് ബാലൻസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാനിത് കാലിക്കറ്റ് ബിഗ് വിങ്ങിൽ നിന്നാണ് എടുത്തത്. ഫസ്റ്റ് സർവീസും അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. 175 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്നും. നിർത്താതെയാണ് ഞാൻ ഓടിയിട്ടുള്ളത് 175 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അതിൻ്റെ ഒരു കംഫർട്ട് സോൺ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി ഇതിൻ്റെ ക്ലച്ച് അൾട്രാ സോഫ്റ്റ് ക്ലച്ചാണ്. ഇത് വേറൊരു ഗുണം. മറ്റു ഹോണ്ട ബൈക്കിലൊക്കെ ഉള്ള പോലെ തന്നെ വിത്ത് സ്ലിപ്പ് അസിസ്റ്റൻസ് ആണ്. ഇതിൽ 5 ഗിയറാണ് കൊടുത്തിട്ടുള്ളത്. ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. പിന്നെ ലോ RPM പുള്ളും ആണ് വണ്ടിക്കുള്ളത്. ഇത് 3000 RPMൽ 30 Nm മാത്രമാണ് ഇതിൻ്റെ ടോർക്ക്. ഒരു മിഡ് റേഞ്ച് എത്തുന്ന ഒരു വണ്ടിക്ക് ഒരു പുള്ള് കുറവാണ്. ഇതൊരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ലോ RPM പുള്ളെന്ന് പറഞ്ഞല്ലോ. ഇത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ പിന്നിൽ ഒരാൾ ഇരുന്നിട്ട് ചെറിയൊരു കയറ്റം കിട്ടണം. ആ സമയത്താണ് ശരിക്കും ഫീൽ ചെയ്യാൻ നമുക്ക്. ഇതിൻ്റെ ഗിയറിൽ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ 4th ഗിയറാണ്. ഒരു രക്ഷയുമില്ല മോനെ. ഒരു 45 സ്പീഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 110 സ്പീഡ് വരെ ഇത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് കേട്ടോ. ഇനി വരുന്നത് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം. ഫ്രണ്ടും ബാക്കും ഡിസ്കിലാണ് ബ്രേക്ക് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. കൂടാതെ ABS എന്നുള്ളൊരു ഫെസിലിറ്റി കൂടി ഇതിലുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ഹാർഡ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചില ബൈക്കിലൊക്കെ ഇത് സ്റ്റക്ക് ആവാറുണ്ട്. ഇതിൽ അതുണ്ടാവില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. പക്ഷേ വണ്ടിയുടെ സ്പീഡ് 5 km/h അതിൽ കുറവാണെങ്കിൽ ഈ ഒരു സിസ്റ്റം വർക്കാവില്ല കേട്ടോ. റിയർ ബ്രേക്ക് അത്ര സ്ട്രോങ് അല്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്കാണെന്നാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ളതും. എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വയറൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു ഏരിയയ്ക്ക് പിന്നെ ഹോണ്ട വാറണ്ടി ഒന്നും തരുന്നില്ല. ഇന്ത്യൻ ബട്ടർഫ്ലൈയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി എല്ലാവർക്കും നല്ലൊരു റൈഡിങ് ആശംസിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.